രക്ഷയില്ല. സിറ്റി മുഴുവൻ അരിച്ചു പറിക്കും. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. എനിക്കറിയില്ല അമ്മയോട് പോയെന്ന്. ബന്ധുവീടുകൾ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ വിളിച്ചൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അമ്മയ്ക്ക് എങ്ങനെ പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ആരുടെയും ഫോൺ നമ്പർ പോലും അറിയത്തില്ല. നീ ഒറ്റ ഒരുത്തിയല്ല പ്രശ്നം ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റി. അനുവാദം വാങ്ങാതെ താലിമാല പണയം വെച്ചു. അതൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഇറങ്ങിപ്പോകാൻ മാത്രമുള്ള പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ലേ? എല്ലാരും മുന്നിൽ വെച്ചല്ലേ അച്ഛനമ്മ തല്ലിയത്. സഹിക്കുന്നൊരു പരിധിയില്ലേ? പാവമ്മ ഇപ്പൊ എവിടാണോ എന്തോ. എന്നെ കൊണ്ട് നടത്താൻ പറ്റുന്ന അന്വേഷണത്തിന് പരമാവധി ഞാൻ നടത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്. പോലീസിൽ പരാതി കൊടുക്കാം. അതെങ്കിലും ചെയ്. അല്ലാതെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കല്ല വേണ്ടത്. ആ പിന്നെ അമ്മയ്ക്ക് നിത്യയെ പോലൊരു അപകടം വരില്ലെന്ന് പ്രാർത്ഥിക്കും. സ്ത്രീയാണ്, രാത്രിയാണ്, ഒറ്റയ്ക്ക് എന്ത് സംഭവിക്കും? മോക്കനോട് ദേഷ്യം തോന്നുന്നു. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് മോള് കരുതുന്നു. ഇല്ല അച്ഛൻ, എനിക്ക് അച്ഛനോടൊരു ദേഷ്യമില്ല. അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പാർവതിയെ തല്ലിയില്ല. അത് ഞാൻ ചെയ്ത തെറ്റല്ല. ആ ഒരു തെറ്റൊഴിച്ച ഞാൻ വേറൊന്നും ചെയ്തില്ല. തല്ലിയത് പോലും അവള് ധിക്കാരത്തോടെ എന്നോട് സംസാരിച്ചുകൊണ്ടല്ല. എന്നാലും അത് ചെയ്യണ്ടായിരുന്നു അച്ഛൻ. മോളെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും? സ്വന്തം താലിമാല അവളെടുത്ത് മാറ്റി, അതും എന്നോട് പറയാതെ. അന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നീടും അക്കാര്യം പറഞ്ഞതുപോലുമില്ല. വേണമെങ്കിൽ എനിക്കെല്ലാം ക്ഷമിക്കായിരുന്നു. പക്ഷെ മോളൊന്ന് ഓർക്കണം, അങ്ങനെ ക്ഷമിച്ചാ ഞാൻ ഇവിടം വരെ എത്തിയത്. നാട്ടില് നിവർത്തി നിന്ന് ശരത്തെന്ന വിഷവിത്തിനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ എന്റെ നിത്യമോളെങ്കിൽ ഇപ്പൊ ജീവിച്ചിരുന്നേനെ. നിലവിട്ടുപോയി. നിത്യമോളെ കുറിച്ച് ഓർത്തപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അതിന് ഇങ്ങനെയൊക്കെയാണ് പാർവതി ചെയ്യേണ്ടിയിരുന്നേ. ആണോ? ഇറങ്ങിപ്പോക്കാണോ അതിനുള്ള പ്രതിവിധി? നമുക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ അച്ഛാ. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം. വൈകിയ കുഴപ്പവും അവരൊന്ന് അന്വേഷിക്കട്ടെ. ശരിയാ, ഞാൻ പോകാൻ പോയി. അച്ഛൻ പോയ അത് വേണ്ട അച്ഛാ. പോലീസുകാരാകുമ്പോ പലതും ചോദിക്കും. അമ്മ ഇറങ്ങിപ്പോവാൻ കാരണം എന്താന്ന് ചോദിച്ചാ ഇവിടെ നടന്നത് മുഴുവൻ അച്ഛൻ പറയേണ്ടി വരും. പറഞ്ഞ തലേന്നൊക്കെ പറയേണ്ടി വന്ന വേണ്ട അച്ഛാ, അത് വേണ്ട. ഞാൻ സിദ്ധുവിനൊന്ന് വിളിച്ചു പറയാം. സിദ്ധു പോയിക്കോളൂ. അത് വേണ്ട, സമയം എത്രയായില്ലേ? എന്തിനാ വെറുതെ സിദ്ധുവിനെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ തന്നെ പൊക്കോളാം മോളെ. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, ഞാനായിട്ട് തന്നെ തീർക്കാം. എന്നാ ഞാനും വരാം അച്ഛൻ്റെ കൂടെ. അച്ഛൻ എന്തായാലും തനിച്ചു പോണ്ട. വേണ്ട മോളെ, ഞാൻ പോയിട്ട് വരാം. ആരും പോകണ്ട. പരാതി കൊടുക്കാനേ ഞാൻ പോയിക്കോളാം.